പൊന്മുടിയിലെത്തി. ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ നോക്കുമ്പോൾ തന്നെ ജീവനുള്ള വരയാട് അനങ്ങാതെ നിൽക്കുന്നത് കാണാം. അവിടെ നിന്ന് നേരെ നടന്നുപോയി. ഇറങ്ങി വരുന്നവരെയും വലിയ കയറുന്നവരെയും കണ്ടപ്പോഴാണ് ഫാറ്റ് കുറയ്ക്കുന്ന കാര്യം ഞാൻ ഓർത്തത്. അവിടെ നിന്ന് സീൻ കണ്ണിൽ ഒപ്പിയെടുത്ത് ശരീരത്തിൽ നെയ്യ് ഒരുക്കാനായി ചെറിയൊരു കുന്നിലേക്ക് കയറിപ്പോയി. ഇവിടെ മഞ്ഞില്ലാത്തതുകൊണ്ട് സൂം ചെയ്ത് മഞ്ഞ് കണ്ട്, റോഡ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അതും കണ്ട് അടുത്ത മലയിലോട്ട് ചാടിക്കയറി. വരയാടിനെ പോലെ ചരിഞ്ഞ പ്രതലത്തിലൂടെ ഒതുങ്ങിക്കയറാനും തുള്ളിച്ചാടി പോകാനുമുള്ള കഴിവുള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടെ ഞാൻ കുന്നി പ്രദേശം ഓപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇത്രയും വ്യൂവേ ഉള്ളൂ. പാറയുടെ ടോപ്പിൽ നിന്ന് ടവർ കാണാം, റെസ്റ്റോറന്റും കാണാം. അവിടെ നിന്നും പതിയെ ഒഴുകി ഇറങ്ങി വന്നപ്പോൾ ഇവരെ കണ്ടു. അത് യൂട്യൂബിൽ പറയാം. ശേഷം ടവർ കാണാനും ബാക്കി ഉരുകാനുള്ള നെയ്യ് ഉരുക്കാനുമായി മുകളിലേക്ക്. ഒന്നും പറയണ്ട, നടന്ന് മുകളിൽ വന്നു. നിലവിലുള്ള വണ്ടികളുടെ എണ്ണ രേഖപ്പെടുത്തി ചുള്ളിക്കമ്പ് വെച്ച് മുകളിലേക്ക് പ്രവേശനം ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുന്ന ടവറും കണ്ടിരുന്നു. പുതുക്കി പണിയാതെ ജാമ്പുവാന്റെ കാലത്ത് ഈ ടവർ കാണാനാണ് നെയ്യ് ഉരുക്കി ഞാൻ മണ്ടക്കെത്തിയത്. ഇനിയിപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ച് തൊലിത്തട്ട വിളിച്ച് തണുപ്പും കൊണ്ട് വെയിലും കാഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആൾക്കാർ ടവറിന്റെ മണ്ടയ്ക്ക് കയറാൻ വേണ്ടി പോകും. ഞായറാഴ്ച KSRTC തിരക്ക് വാഗൺ ട്രാജഡിക്ക് കൊണ്ടുപോകുന്നതിലായതുകൊണ്ട് കടയിൽ ഒന്ന് കയറി ഇറങ്ങിയപ്പോൾ അവിടെ നിൽക്കുന്ന വരയാട്, അതും ഫാമിലി ആയിട്ട്. അപ്പോൾ വരയാടിനെ കണ്ടിട്ട് എല്ലാത്തവരും ഈ കട വന്നാൽ മതി, എപ്പോഴും ഉണ്ടാവും. ശേഷം അടുത്ത് ബസ്സും വരുന്നേ നോക്കി മരത്തിന്റെ മൂട്ടി വന്നിരുന്ന് വെയിലും കാഞ്ഞിരുന്നു.